റിജിൽ മാക്കുറ്റി, ഇതൊരു അന്തിമ വിധിയല്ല. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നു താങ്കൾ പറയുമ്പോൾ എന്റെ സമയത്ത് താങ്കൾ ഒരു സെക്കൻഡ് പറഞ്ഞു. ശരി, താങ്കൾ ബാക്കി പറഞ്ഞോളൂ. പൂർത്തിയാക്കിയില്ലല്ലോ. പൂർത്തിയാക്കൂ. അപ്പൊ അല്ല, ഞാൻ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദാഹരണം താങ്കൾ പറഞ്ഞതുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്കൾ പറയൂന്ന് ഞാനും പറഞ്ഞത്. താങ്കൾ ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും ഞാൻ ആരോപിച്ചോ? CDR ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? അത് എന്തിനാണ് വെറുതെ അനാവശ്യമായി എന്റെ പള്ളിക്ക് അത് വെച്ച് കെട്ടാൻ നോക്കുന്നത്? ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. ഒരുപാട് കഥകൾ പ്രചരിച്ചത് അതൊന്നും ക്രൈംബ്രാഞ്ചിന്റെ CBIയുടെ ചാർജ് ഷീറ്റ് കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല, CDR ഇല്ലാന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? അത് ഉള്ളതല്ലേ. അത് താങ്കൾ ഉള്ളതാണല്ലോ ഇതൊക്കെ. അതൊന്നും ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, മാർക്ക് ചെയ്ത് എക്സിബിറ്റ് ഇല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ സാർ? താങ്കൾ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞ ഒരു കാര്യം താങ്കൾ ആരോപിക്കുന്ന മറ്റൊരു കാര്യം. അങ്ങനെയല്ലല്ലോ നമ്മൾ താങ്കൾ ദയവായി അവിടെ നിൽക്കൂ. അല്ല, താങ്കൾ ദയവായി ക്ഷമയോടെ ഒരു അല്പം മിനിറ്റുകൾ ഇരുന്നാൽ പോരെ? ഇത് നമ്മൾ 3 പേരും ഗസ്റ്റുകളായോട് വിളിക്കപ്പെട്ടവരാണല്ലോ, ഈ ചർച്ചയിൽ ഇരിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ എന്റെ സമയത്ത് പറയട്ടെ. സമയത്ത് താങ്കൾ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. താങ്കൾ കുറ്റപത്രത്തിലില്ല എന്ന് പറഞ്ഞതാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. താങ്കൾക്ക് പറയാം. കുറ്റപത്രത്തിൽ ഇല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ല. അല്ലാതെ CDR ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത് എക്സിബിറ്റ് ആയിട്ട് കൊടുത്തിട്ട സാധനങ്ങൾ എങ്ങനെ ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ ജയരാജൻ അവിടെ അദ്ദേഹം 315 മുറിയിൽ ഇരുന്നുകൊണ്ട് ചെയ്തത് പാർട്ടി കോടതിയുടെ വിധിയാണ് നടപ്പിലാക്കിയത് എന്ന മറ്റുള്ള ആഖ്യാനങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ശരി, അപ്പോൾ താങ്കൾ ഒന്നുകൂടി വ്യക്തത വരുത്തൂ. പാർട്ടി തീരുമാനിച്ചതല്ല, P. ജയരാജൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചു, അല്ലെങ്കിൽ P. ജയരാജനോടും ആ തരത്തിലുള്ള പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന TV രാജേഷും കൂടി ചേർന്ന് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ പാർട്ടിക്ക് പങ്കില്ല. അങ്ങനെ താങ്കൾ മനസ്സിലാക്കുന്നത് താങ്കളുടെ മാത്രമായ കാര്യമാണ്. അല്ല, താങ്കൾ പറഞ്ഞു പാർട്ടി കോടതിയുടെ തീരുമാനമല്ല, പാർട്ടിയുടെ തീരുമാനമല്ല എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായി തീരുമാനിച്ചതായിരിക്കുമല്ലോ. നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണല്ലോ അപ്പോൾ പുറത്തു വരുന്ന വിവരം. അല്ല, അതാണല്ലോ കേസ്. സ്മൃതി, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞ പാർട്ടി കോടതിയുടെ എന്ന മട്ടിൽ മാധ്യമ വ്യാഖ്യാനങ്ങൾ നടത്തിയ ഒരുപാട് സന്ദർഭങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ചാർജ് ഷീറ്റിൽ, ക്രൈംബ്രാഞ്ചിന്റെ CBIയുടെ ചാർജ് ഷീറ്റിൽ ഈ പറഞ്ഞ പാർട്ടി കോടതിയുടെ പരാമർശമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ശരി, പാർട്ടി കോടതി എന്നൊന്നും ശരി. ഇതിൽ ഇപ്പോൾ CPMന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ജയരാജനും MLA ആയിരുന്ന TV രാജേഷിനും പങ്കുണ്ട് എന്നുള്ളതാണല്ലോ ഇതിലെ കേസ്. കൊന്നവർ മാത്രമല്ല, കൊല്ലിച്ചവർ കൂടി ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണല്ലോ ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. അതാണല്ലോ കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. അതാണല്ലോ കേസ്. നമ്മൾ ചർച്ച ചെയ്യുന്നതും അതാണല്ലോ ശ്രീ ജയേന്ദ്രൻ. Debate with Smriti Parithikad.